അങ്ങനെ അടിപൊളി. പൊള്ളിക്കാൻ നമ്മളും കുറേ കരിമീൻ കണ്ടിട്ട് നമ്മൾ അന്ന് കിട്ടിയ 2 കരിമീനുള്ളൂ. ശരിക്കും പറഞ്ഞ പൊള്ളിക്കാൻ പറ്റിയ കരിമീൻ. തുറക്കൂല അപ്പറവോ ഇല്ല തുറക്കൂല നിങ്ങളുണ്ടാക്കുക. പിന്നെ അടുക്കളതെ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് കണ്ടത്. ഇവരത് കരിമീൻ ഒരാൾ ഒരക്കുന്നു, ഒരാള് എന്താ പറയാ കൂടെ പോകുന്നെല്ലാം പറഞ്ഞോളൂ. പോയി കഴിഞ്ഞാൽ ചപ്പ കുറ്റി അടിച്ച് പൊട്ടിക്കും. ഞാൻ മരിച്ചു പോയാൽ പോലും വേറെ കല്യാണം കഴിക്കരുത് ഞാൻ പറ്റുന്നുണ്ട്. ഓതി ഓതി കുടിക്കുന്ന ഗുപ്തി കപ്പിലൊക്കെ കുടിക്കണം. ഇതെന്താണ് ഇത്? ആദ്യമായിട്ടല്ലേ വിന്തമ്മനെ കാണുന്നേ? ഇതാ ഇതാ വിന്തമ്മ. എന്റെ പൊന്നൻ നികെ, നീ എന്താണ് ഈ രാവിലെ തന്നെ അങ്ങനെ ഇഡ്ഡലിയൊക്കെ ഇങ്ങനെ ചുട്ട് ചുട്ട് ചൂടോട് കൂടി ഇങ്ങനെ വെക്കണത്? എന്താണ് നിന്റെ ഉദ്ദേശം? എന്റെ പൊന്നോപ്പേ, ഇന്ന് വെച്ചാല് നല്ലൊരു അടിപൊളി വ്ളോഗാണ്. മുത്തേ പൊന്നെ കരയല്ലേ. ഇപ്പൊ പാട്ട് പാടിയത് നീയല്ലേ എന്നെ പൊന്നേന്ന് വിളിച്ചു. പെട്ടെന്ന് എനിക്ക് ആ പൊന്നിന്റെ ഓർമ്മ വന്നുപോയി. അടിപൊളി വ്ളോഗാണ് കേട്ടാ. ഇന്ന് എന്തായാലും നല്ലൊരു വ്ളോഗായിരിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നു. കാരണം ഇന്ന് ഞങ്ങൾ മാത്രമല്ല ഇവിടെ. അപ്പൊ ചോദിക്കും വേറെ ആരാ? അച്ഛനും അമ്മയുണ്ട്, മക്കളുണ്ട്, അത് കൂടാതെ വേറെ 2 പേർ ഉണ്ട് അല്ലേ? അത് കൂടാതെ വേറെ 3 പേര് വരും. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ ഒരുപാട് പേര്. ഹായ്, ഗുഡ് മോർണിംഗ്. ഞാനിതാ പറഞ്ഞു വരെയായിരുന്നു വേറെ 2 പേരൂടി ഉണ്ട് എന്ന്. അപ്പൊ നിങ്ങള് പ്രത്യക്ഷപ്പെട്ടു അല്ലേ? ഇവര് ഇന്ന് പ്രത്യക്ഷപ്പെട്ടതല്ല, ഇവര് ഇന്നലെ പ്രത്യക്ഷപ്പെട്ടതാ. പക്ഷെ അതിനു മുമ്പ് ഇവര് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് പോയി. ഞങ്ങള് മറ്റേ പനിയൊക്കെ പിടിച്ച് വിറങ്ങലിച്ചിരിക്കുന്ന സമയത്ത് ഇവർ 2 വന്ന് പോണത് നിങ്ങൾ മിന്നായം പോലെ കണ്ടിട്ടുണ്ടാവല്ലോ വ്ളോഗില്. അങ്ങനെ ആ പോക്ക് പോയി. അതെ, അപ്പോ തിരുവനന്തപുരത്തുനിന്ന് നമ്മുടെ കേരളത്തിന്റെ അങ്ങേ അറ്റത്തുനിന്ന് ഇങ്ങേ അറ്റം കാസർഗോഡാണ് എങ്കിലും അറ്റെന്ന് പറയാം നമുക്ക് നമ്മുടെ കണ്ണൂര്. അപ്പൊ ഇവിടത്തേക്ക് എത്തി. വണ്ടി ഓടിച്ചാ വന്ന 2 കൂടി. അപ്പൊ എന്താ പറയാ, എന്തൊക്കെയാ വിശേഷങ്ങൾ? എന്നിട്ട് വിശേഷമൊന്നുമില്ല, ഒരു ഫംഗ്ഷന് വേണ്ടി വന്നതാ ഇവിടെ കണ്ണൂര്. മോന്റെ വൈഫ് ഹൗസ് കണ്ണൂരാണ് അല്ലെ? അഞ്ചരക്കണ്ടി. അവിടെ വന്നപ്പോ കല്യാണം എല്ലാം കഴിഞ്ഞ്, കല്യാണത്തിന് പോണേക്ക് മുമ്പ് ഇവിടെ വന്ന് നിൽക്കാന്ന് വിചാരിച്ചു വന്നതാണ്. പക്ഷെ നടന്നില്ല, ഞങ്ങള് പനിയൊക്കെ ആയിട്ട് വിട്ടില്ല. അപ്പൊ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഇവര് പോവാൻ പോയത്. നമ്മളങ്ങനെ വിടുവോ? എന്തായാലും ഇവിടെ വന്ന് 2 ദിവസം നിന്നിട്ടൊക്കെ പോയാലും നമ്മള് പറഞ്ഞു. അപ്പൊ അങ്ങനെ കല്യാണം എല്ലാം കഴിഞ്ഞ് ഇവിടെ എത്തി. സ്പെഷ്യല് വന്നില്ലേ? അങ്ങനെ ഈ സ്പെഷ്യൽ ഉണ്ടല്ല, ഇവിടെ വരുന്ന എല്ലാവർക്കും കിട്ടാറില്ല. ലക്കി ഉള്ളവർക്ക് മാത്രമാണ് അച്ഛന്റെ കരിമീൻ കിട്ടാറ്. അത് വീഡിയോ കാണുന്ന എല്ലാവരും പറയുന്നതാണ്. നികി ഇവിടെ വന്നിട്ട് അച്ഛൻ പിടിച്ചിട്ട് വരുന്ന കരിമീൻ കൂട്ടി ചോറ് കഴിക്കണം എന്ന് എല്ലാവരും പറയുന്ന സംഭവം. പക്ഷെ അത് എല്ലാവർക്കും കിട്ടാറില്ല. അത് 2-3 ഒരുപാട് പേര് വന്നിട്ടുണ്ടെങ്കിൽ 2-3 പേർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്. കാരണം എന്ത്, അച്ഛൻ ഇന്നലെ പോയിട്ട് നല്ല അടിപൊളി കരിമീൻ കിട്ടി മക്കളെ. കരിമീൻ നമ്മുടെ വീട്ടില് പുതുമല്ല, എന്നിരുന്നാലും നമുക്ക് എപ്പോ കിട്ടിയാലും പുതുമ തന്നെയാണ്. ഇവിടെ ഇന്നലെ വെളുപ്പിന് പോയി ചത്തട്ടില്ല കേട്ടോ. ഇതാ എടുത്ത് വെള്ളത്തിലിട്ട് ഇത് വെള്ളത്തിലിട്ട് ചത്തട്ടുണ്ടായില്ല. ഇപ്പൊ പിടിച്ചിട്ട് ഇങ്ങ് വന്ന കരിമീനാണ് കേട്ടാ. ചെറുതായിട്ടൊന്ന് ചത്തു തുടങ്ങിയെന്ന് തോന്നുന്നു. നല്ല അടിപൊളി നല്ല വലിയ കരിമീൻ. കാണിച്ച പാളക്കരിമീൻ ഇതുണ്ടോ? അതെ, നല്ല പൊള്ളിക്കാൻ. നമ്മളും കുറേ കരിമീൻ കണ്ടിട്ട് നമ്മൾ അന്ന് കിട്ടിയ 2 കരിമീനുള്ളൂ. ശരിക്കും പറഞ്ഞാൽ പൊള്ളിക്കാൻ പറ്റിയ കരിമീൻ. കണ്ടാ നോക്കിയേ, വലിപ്പം ഇതുണ്ടോ? ഓ, ഇത് കണ്ടോ? അതെ, നല്ല ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊള്ളിച്ചെടുക്കാൻ പറ്റിയ, വാഴയിൽ പൊള്ളിക്കാൻ പറ്റിയ കരിമീൻ. ഇതങ്ങനെ കിട്ടല് വളരെ യാദൃശ്ചികമായിട്ടാണ് കിട്ടല്. അങ്ങനെ ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് മക്കളെ. അച്ഛൻ പോയി പിടിച്ചിട്ട് വന്നു, കിട്ടി കരിമീൻ. അപ്പൊ കൊടുക്കാനും കിട്ടിയാ. അപ്പൊ അച്ഛന് ചെലവാശുമായി. അപ്പൊ അതെ അതെ, ചെറിയ അനക്കങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. ഇനി മതിയാനങ്ങിയത്, ഇനി ബാക്കി അമ്മാനക്കിക്കോളൂ. അപ്പൊ അമ്മ എന്താ പരിപാടി? കരിമീൻ വെച്ച് എന്ത് ചെയ്യാൻ പോണത്? കരിമീൻ കറി വെക്കണം, പൊരിക്കണം. ഇവർക്ക് എന്താ ഇഷ്ടം ചോദിക്കാം. അത് വെച്ച് ഇന്നലെ എന്താ കുടിച്ചെന്ന് ഇവര് വന്നിട്ട്, ഇവര് ഗസ്റ്റ് കഞ്ഞി ഇന്നലെ ഞങ്ങൾ കൊടുത്തത് രാത്രി കഞ്ഞിയും പിന്നെ എന്താടി
അതാണ് നമ്മുടെ വീട്ടിൽ ആരും വന്നപ്പോ കൊടുക്കാത്ത കഞ്ഞിയും കഞ്ഞിയും പിന്നെ ഉണക്ക വറുത്തതും ഉണക്ക ചെമ്മീൻ ചമ്മന്തി മാങ്ങ ഉപ്പിലിട്ടത് ഇത് കൂട്ടി കഞ്ഞിയാണ് ഇന്നലെ രാത്രി കുടിച്ചത്. അപ്പൊ ഇന്ന് നമുക്ക് എന്തായാലും പൊളിക്കാം. കഞ്ഞി ഇന്നലെ പൊളിയല്ലോ പക്ഷെ അത് അടിപൊളിയാ. അല്ല ഒരു 2 ടീം ഇങ്ങോട്ട് വരാനുണ്ട്. ഒരു ടീം 3 പേര്. ആരാന്ന് മനസ്സിലായ? സനിയല്ലോ. സന്റെ സഭയിലൊക്കെ അതെ വന്നോണ്ടിരിക്കണ്ട്. സന്ധ്യച്ച് വരുമ്പോഴാ സന്ത വരുമ്പോ പറഞ്ഞ പോലെ അവിടെ നിന്ന് സന്ദര നമ്മൾ മുമ്പൊരു ഇളമ്പക്ക കക്ക ഇങ്ങനെ പുഴയിന്ന് വാരി എടുക്കുന്ന വീഡിയോ ഇട്ടില്ലേ സന്ദര അടുത്ത് പോയിട്ട്. ഇപ്പൊ അതിന്റെ സമയം അവിടെ കക്ക വന്നിട്ടുണ്ട്. ഞങ്ങൾ ഒരു ദിവസം പോകുന്നുണ്ട്. അപ്പൊ സന്ദയെല്ലാം അവിടെ നിന്ന് കക്കയും വാരി വരുന്നുണ്ട്. സംഭവം നമ്മള് ഇപ്പളെ ഞാൻ പറഞ്ഞു എടി കക്കവിടെ ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വാരാൻ വരട്ടെ എന്ന് വെച്ച്. അപ്പൊ സബീലൻ പറയണേ അളിയൻ ഇപ്പൊ വരല്ലേ അളിയൻ വന്നിട്ട് വാരിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ ആ നാട്ടിലുള്ള എല്ലാവരും വന്ന് വാരും പിന്നെ ഞങ്ങൾക്ക് കക്ക കിട്ടൂല. അതുകൊണ്ട് ഞങ്ങൾ പോയിട്ടില്ല. സബീലിനെ എല്ലാവരും ചീത്ത പറയും പോലും നിന്റെ അളിയൻ വന്ന് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ നമുക്ക് കക്ക ഉണ്ടാവില്ല എന്ന് പറയും. അതുകൊണ്ട് ഞങ്ങൾ പോയിട്ടില്ല. വഴിക്ക് പോവാൻ നമുക്ക് കൊടുക്കാം ചെറിയ പണി. അപ്പൊ അതെ ഇത് കേൾക്കുമ്പോൾ തന്നെ വരും. അപ്പൊ എന്തായാലും കക്കയൊക്കെ ആയിട്ട് അവര് വരട്ടെ. അപ്പോഴൊക്കെ നമുക്ക് കരിമീൻ അച്ഛൻ കരിമീൻ പൊള്ളിക്കാന്നെല്ലാം പറഞ്ഞു. പക്ഷെ പൊള്ളിക്കാൻ പറ്റിയ മീനാണ്. പക്ഷെ ചിലപ്പോ നല്ല പണിയാണത്. വേണ്ട വറക്കാം നമുക്ക്. കരിമീൻ പൊരിക്കാം, കരിമീൻ കറിയും വെക്കാം. പിന്നെ അമ്മേന്റെ അടുക്കളയൊക്കെ നിങ്ങൾ കണ്ടോ? അത് കണ്ടില്ലല്ലോ. അന്ന് ഷീറ്റൊക്കെ ഇട്ടു. നമ്മൾ ഇതുമായിരുന്നു പ്ലാൻ. കണ്ടതെ ഷീറ്റൊക്കെ ഇട്ടു. ഇവിടെ എല്ലാ പണിയൊക്കെ കഴിഞ്ഞു. ഇത് ഇവരുടെ വണ്ടി കേട്ടോ. പണിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതേ വേപ്പ് എന്ന് പറഞ്ഞില്ലേ കാണിക്കണമെന്ന്. വേപ്പ് ദേ ഇങ്ങനെ മുളച്ച് വരുന്നുണ്ട് കേട്ടോ. അന്ന് അച്ഛനെല്ലാം മൊത്തം കൊത്തിക്കളഞ്ഞിട്ട് വേപ്പതേ കണ്ട പൊട്ടി മുളച്ചു വരുന്നുണ്ട്. അപ്പം അത് സക്സസ്. പിന്നെ അടുക്കളതേ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. കണ്ടതേ ഡോറൊക്കെ വെച്ചു സെറ്റായി. മറ്റേ എലിയൊന്നും കയറൂല. പിന്നെ ദേ അടുപ്പ് ദേ പുകയില്ലാത്ത അടുപ്പ് വെച്ചു. അതിൽ ടൈല് അച്ഛനാണ് ഒട്ടിച്ചത് ഫുള്ളായിട്ട്. അവരിങ്ങനെ അടുപ്പ് വെച്ചിട്ട് പോയിട്ടുള്ളൂ. കണ്ടോ അതെ നമ്മുടെ വീട്ടിലിരുന്ന പഴയ ടൈലുകളൊക്കെ ഇല്ലേ നമ്മുടെ സ്റ്റെപ്പിൻ്റെ ടൈലാണിത്. വീട്ടിലെ ഫ്ലോർ ടൈല്. അപ്പം അതെല്ലാം എടുത്ത് ഇങ്ങനെ ഒട്ടിച്ച് സെറ്റാക്കി. കണ്ടോ ഇപ്പം അതെ കഞ്ഞി വെച്ചു നമ്മൾ. ഇന്നലെയാണ് തോന്നുന്നു ആദ്യമായിട്ട് കഞ്ഞി വെച്ചത്. അപ്പം അങ്ങനെ അതാണ് അടുപ്പ്. ഇവിടെ തട്ടുകളാക്കി കണ്ട. ഇവിടെ തട്ടുകളാക്കി അമ്മേൻ്റെ പാത്രങ്ങളെല്ലാം ഇവിടെ നിരത്തി കണ്ട സെറ്റാക്കി. ഇനി ഇഷ്ടംപോലെ പാത്രം വെക്കാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ നിലത്ത് അമ്മ പഴയ നമ്മുടെ ഹാളിലിട്ടിരുന്ന സാധനമില്ലേ നീല കളറിലെ കുറേ പേര് മാറ്റാൻ വേണ്ടി പറഞ്ഞതായത് ഇത് ഇവിടെ കൊണ്ടുപോയി വിരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ അങ്ങനെ അങ്ങോട്ട് തീരുമാനമായി. കണ്ട സംഭവം അടിപൊളി. ഇവിടെ ക്ലീനിങ് തകൃതിയായി നടക്കുന്നുണ്ട്. ഇവരത് കരിമീൻ ഒരാൾ ഉരക്കുന്നു, ഒരാൾ എന്താ പറയുക അതിൻ്റെ ചെതമ്പലുകളൊക്കെ വടിച്ച് കളയുന്നു. മൊത്തം ക്ലീനിങ് പരിപാടികളാണ്. നടക്കട്ടെ സ്പീഡം. ആൻറ്റി എന്തേ പരിപാടി? ഇത് കാണാൻ വേണ്ടി വന്നതാ? ഇത് വീഡിയോയിലൂടെയല്ലേ കണ്ടിട്ടുള്ളതല്ലേ? പിന്നെ ഉണ്ടല്ല നമ്മള് പറഞ്ഞില്ല ജയാന്റിയും ചെത്തലുണ്ട്. ചെത്തി കഴിഞ്ഞാലുണ്ടല്ലോ ആൻറ്റി ശരിക്കും പറഞ്ഞ കരിമീൻ ചെത്തിയ കരിമീൻ്റെ ടേസ്റ്റ് അത് സത്യം. അതിന്റെ ആ തോലിന്റെ കട്ടിയില്ലേ വറുത്ത് കഴിഞ്ഞാലും ഒക്കെ ഉണ്ടല്ലോ അതാണ് അതിന്റെ ഭംഗി. തോല് വിളിച്ചാൽ മതി. പക്ഷെ കരിമീനാണെന്നുള്ള ടേസ്റ്റ് പോവും, മീനിന്റെ ടേസ്റ്റ് പോവും. അത് നമുക്ക് അറിയുന്നോണ്ട് പറഞ്ഞ. പിന്നെ നമ്മളെ ഇപ്പൊ എല്ലാരും ചോദിക്കണ്ടാവും ആരാ ജയാന്റി ആരാന്ന് അങ്കിളെന്ന് ചോദിക്കണ്ടാവും. ഇവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാന്ന് വെച്ചാൽ നമുക്ക് വളരെ പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം ആന്റി അങ്കിള്. അതെ എപ്പ തൊട്ട് നമ്മുടെ വീഡിയോ കാണാൻ തുടങ്ങിയാണെന്ന് നമുക്കറിയില്ല. പക്ഷെ മുമ്പേ ആദ്യമായിട്ട് നമ്മ കാണുന്നത് നമ്മൾ തിരുവനന്തപുരം പോയവരാണ്. തിരുവനന്തപുരം പോയി നമ്മളെ വണ്ടി എടുക്കാൻ വേണ്ടി നമ്മൾ തിരുവനന്തപുരം പോയ വ്ളോഗ് കണ്ടിട്ടുണ്ടാവല്ലോ. അതിലാണ് ഇവരെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് അല്ലേ? എന്നോട് ഞങ്ങൾക്ക് എല്ലാം കൊറേ കമന്റ് വ്ളോഗില് ആദ്യം ഇടുന്ന വ്ളോഗിലെല്ലാം ഒന്ന് എന്നെ വിളിക്കൂ ജയാട്രി വേണ്ടം എന്നും പറഞ്ഞ നമ്പർ ഇട്ട് ഇങ്ങനെ തന്നിന്. പിന്നെ നമ്മൾ കാണുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരു ദിവസം വിളിച്ച് അപ്പൊ ആരാന്ന് ഞാൻ പറഞ്ഞ് ആരാന്ന് മനസ്സിലായ ഓ നീക്കി അപ്പോഴാണ് ആന്റിക്ക് മനസ്സിലായി. അങ്ങനെ ഞങ്ങള് അന്ന് ചേച്ചിന്നെല്ലാം വിളിച്ച പറഞ്ഞു അയ്യോ എന്റെ ചേച്ചിന്നൊന്നും വിളിക്കല്ലേ എനിക്ക് നല്ല ഏജ് ഉണ്ട് എന്നല്ല എന്നോട് പറഞ്ഞേ. എത്ര ഏജ് ഉണ്ടാവും കണ്ടിട്ട് പറയട്ടെ എല്ലാരും എത്ര ഏജ് ഉണ്ടാവും? എന്നോട് പറഞ്ഞു ആന്റിന്ന് വിളിച്ചാ മതി എന്നെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അങ്ങനെ വിളിച്ച് അപ്പൊ ഞങ്ങള് വിചാരിച്ച ആന്റി എന്നെല്ലാം പറഞ്ഞപ്പോ മനസ്സിൽ ഇപ്പൊ കണ്ട ആന്റി ഒന്നും വിളിക്കാൻ തോന്നൂല. ഇപ്പൊ കാണുന്നില്ല ഏജ് എല്ലാം പറഞ്ഞപ്പോ ഞാൻ മനസ്സിലൊരു കാൽക്കുലേഷൻ എല്ലാം വെച്ചിട്ട് അവിടെ പോയി നോക്കിയപ്പോ ഇതാ ഞങ്ങളെക്കാട്ടി പ്രായം കുറഞ്ഞൊരു യുവതി, ഒരു സുന്ദരി. ഞാനും സന്ദേശിയും പറഞ്ഞു
ഇതാ ആന്റി അല്ലേ? സജീഷിലും വലിയ പ്രായം കൂടിയ മക്കള് അത് നല്ല കാര്യം അല്ലേ? ഇവര് എപ്പോഴും ഇങ്ങനെ നടക്കുന്നതല്ലേ? ഇവരുടെ എന്ന് വെച്ചാലേ ഇവര് വേറെ തന്നെ. ഇവര് രണ്ടാളും കൂടി യാത്രകള് ചെയ്ത് ഇവര് പൊളി വൈബാ. നിഗി എന്നോട് പറയും, നിഗി എന്നോട് എന്താ പറയലെന്നറിയാമോ? അപ്പം നമുക്ക് ജയാൻ്റിയുടെ എല്ലാം അങ്കിളിൻ്റെ എല്ലാം പ്രായമാകുമ്പോൾ നമുക്ക് ഇതുപോലെ നടക്കണം എന്ന് പറയും. ഇവരിങ്ങനെ കറങ്ങി ഇങ്ങനെ നടക്കും. രണ്ടാളും കൂടി വണ്ടി എടുത്ത് ഇങ്ങനെ ഇറങ്ങും. വീട്ടിലിരിക്കണ പരിപാടിയില്ല, ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുക, കാണുക. അതാണ് ഇവരുടെ ഇത്. എന്നിട്ട് എന്നോട് ഞങ്ങളോട് പറയണേ, സജീഷേ ഇപ്പോൾ ഇവിടെ ഇന്നലെ വന്നാൽ പറഞ്ഞു, സജീഷ വീടുമെന്ന് അധികം പൈസ ഒന്നും ചിലവാക്കണ്ട, നിങ്ങളുടെ തന്നെ പൈസ നിങ്ങൾ യാത്ര ചെയ്യും, അതേ ഉണ്ടാവുള്ളൂ. ഇതല്ലേ വൈബോന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അങ്ങനെയാണ് ഇവരെ നമ്മൾ പരിചയപ്പെട്ടത്. ഇപ്പം ഇവർ നമ്മുടെ സ്വന്തം ഫാമിലിയാണ്. അതന്നെ സംഭവം. നമ്മളെല്ലാവരോടും പറഞ്ഞതാണ് യാത്ര ചെയ്യുക കുറെ മാക്സിമം. അതായത് ഇതൊന്നും പിന്നീട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അന്ന് ആഗ്രഹിക്കാനേ പറ്റുള്ളൂ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. പക്ഷെ നമ്മൾ അത്രയും ചെയ്യുന്നത് ഇപ്പോൾ തന്നെ നമ്മൾക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ ആലോചിച്ചാൽ പണ്ട് ചെയ്തിട്ടുള്ള പല യാത്രകളും അതിന്റെ മെമ്മറീസും ഒക്കെയാണ് ഏറ്റവും സീറ്റഡ്. ബാക്കിയുള്ള ബന്ധങ്ങളൊന്നും അല്ല. ഒരു നല്ല അടിപൊളി മോട്ടിവേഷൻ ആണ് പറഞ്ഞത് അങ്കിൾ. അപ്പൊ എല്ലാവരും അങ്ങനെ അഫോർഡബിൾ അത് അഫോർഡബിളും അല്ല, പക്ഷെ അഫോർഡ് പറ്റുന്ന പോലെ ചെയ്യാം. ഈ യാത്രകൾക്ക് അങ്ങനെ വലിയ പൈസന്റെ മൂല്യമൊന്നുമില്ല. നമ്മുടെ ഓരോ ചെറിയ സ്ഥലങ്ങളായാലും എല്ലാം പോകാൻ പറ്റിയതൊക്കെ പോകാം. എൻജോയ് ചെയ്യാനും പിന്നെ ഒരു അനുഭവമായിട്ട് എടുക്കുക, ഓരോ ആളുകളെ കാണാനും മനസ്സിലാക്കാനും പറ്റും. സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് പലതും പഠിക്കാനുണ്ടാവും. വേറെ തരത്തിൽ കൾച്ചറൊക്കെ പഠിക്കാൻ നമുക്ക് ശരിക്കും പറ്റും. അപ്പൊ എന്തായാലും ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ കാണുന്ന ഈ ഇടുങ്ങിയ ലോകം അല്ല എന്നുള്ളത് യാത്രയിൽ മാത്രമേ മനസ്സിലാവൂ. അതെല്ലാവരും പറയുന്നൊരു കാര്യം യാത്രയായിട്ടുള്ള. ഇവര് ചില്ലറക്കാരല്ല, ഇവർ ഒരുപാട് യാത്രകൾ ചെയ്തവരാ. ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് പഠിക്കാണ്ട് വരുന്നു. മെല്ലെ മെല്ലെ അങ്ങോട്ട് കാണാം. ഓക്കെ ദുഗോ ഇന്ദ്ര വന്ന് ഓപ്പയിലെത്തി നോക്ക്. റോഡിലേക്ക് ഓടല്ല, ടീംസ് എത്തിയെന്ന് തോന്നുന്നു. വരുന്നുണ്ട് കേട്ടാ, സന്ധ്യയൊക്കെ വരുന്നുണ്ട്. ഇവർ വന്നതുകൊണ്ട് അവരെ ഞങ്ങൾ വിളിച്ചു വരുത്തിയതാണ്. നിങ്ങളും ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിട്ട്. നമ്മളിന്ന് ഇവർക്കിന്ന് നിഗീൻ്റെ വീട് കാണണം, സന്ധ്യയുടെ വീട് കാണണം. അങ്ങോട്ട് പോകുന്നുണ്ട് നമ്മൾ. വായോ ഇതേ പോണ്. ഇവിടെ എല്ലാം ഗേറ്റ് തുറന്നിട്ടാണ്. പിന്നെ ഇതിലെ ഗേറ്റ് ചെയ്യാൻ പോരെ അങ്ങോട്ട്, പിന്നെ അപ്പുറം പോണാ. അവിടെ എല്ലാം ഗേറ്റ് തുറന്നിട്ടേക്ക് ഞാൻ തിരിച്ചങ്ങ് വന്നാൽ മതി. അവിടെ തുറക്കൂല, പോ. ഇല്ല തുറക്കൂല അപ്പറേ പോ. ഇല്ല തുറക്കൂല നിങ്ങളെന്താക്കുക? ഇളമ്പൊക്കെ ഉണ്ടല്ലേ, അതുകൊണ്ട് ഞാൻ തുറക്കാം. ഇളമ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ രക്ഷയില്ല എനിക്ക്. വായോ എടാ കട്ടിയില്ലേ? ആ തലവെച്ച് ഇടിച്ചേക്കല്ല, ഹെൽമെറ്റ് വെച്ചിട്ട്. അളിയാ എവിടെ കക്ക എവിടെ? നിങ്ങളെവിടെ? നല്ല അടിപൊളി ഇതണ്ട ആന്റി, കണ്ട വെളുത്തൊക്കെ കണ്ട ഇതാണ് കക്ക. ഫ്രഷ് കക്ക ഇപ്പൊ വാരിയെടുത്തതാ. ഇവരുടെ പുഴയെന്ന് വാരിയെടുത്തതാ. ഞങ്ങൾ പോകുന്നുണ്ട് വാരാൻ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇന്ന് പോകുമ്പോ വാരാം. നമുക്കിന്ന് വാരാ പോയിട്ട് വേണോ അല്ലേ? ഒരു ബക്കറ്റ് നിറച്ച് കക്ക. പോട്ടെ അത് അങ്ങ് ബാക്കോട്ട് പോട്ടെ. ഇതേ അളിയൻ നിക്കണ്, എടുക്കളിയാ. പിന്നെ പോത്ത് പോലെ അയാൾ അളിയൻ നിക്കുമ്പോ പിന്നെ എടുക്ക്. പോത്ത് പോലത്തെ അളിയനുള്ള പിന്നെ ഞാൻ എടുക്കണം. എന്താണ് അളിയാ? ചെല്ലളിയാ, പോട്ടളിയാ, വിടളിയാ, നടക്കളിയാ. നടാള് വാ. എന്നാ പിന്നെ അങ്ങോട്ട് പോവാ, അങ്ങോട്ട് നടക്ക, അങ്ങോട്ട് പോവാ. ഇനി അടുക്കള ചെന്നോടെ പണിയെടുക്കും. ചെല്ലി എന്തിനാ കൊണ്ടന്നെ അടുക്കള പോയിട്ട് പണിയെടുക്കും. പോ നിക്ക് വന്നു ഒരു തണ്ടി. സന്ത അല്ല നികി ഇങ്ങനെ മറ്റേ ജയാന്റിയൊക്കെ വരണ്ടെന്ന് പറഞ്ഞപ്പോഴേ നികി വിളിച്ചിട്ട് പറയണേ, സന്ത വിളിച്ചേ വന്നേക്കണേടാ പൊന്നു മോനെ. ഫോൺ വിളിച്ചാ വേറൊന്നും പറയില്ല, വന്നേക്കണേടാ പൊന്നു മക്കളെ. അനിയത്തി പ്രാവില അത് പറയുന്ന തിലകം വന്നേക്കണേടാ പൊന്നു മോനെ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു പോന്നില്ലേ, വന്നേക്കണേടാ പൊന്നു മക്കളെ. അങ്ങനെ അടിപൊളി.
അങ്ങനെ കരിമീനിൽ നിന്ന് കക്കയിലേക്ക് കയറി. ഞാൻ അങ്ങനെയെന്നൊക്കെ പറയുമ്പോ കൂടെ തട്ടല കഴിഞ്ഞു. അല്ലടി ചായ കുടിക്കണ്ടേ? ഓ ഇവര് ചായയെല്ലാം കുടിച്ചിട്ടാ വന്നല്ലേ വയറിറച്ചിട്ട്. നല്ല നമ്മളെ കുടിച്ചിട്ടില്ല. അപ്പൊ ചങ്കും മങ്കും ഒക്കെ ചായ കുടിച്ച് നമ്മളെ ചായ കുടിക്കട്ടെ എന്നാലും. എടി ആൻറ്റി അങ്കിളിനെ ചായ കുടിക്കണ്ടോ? ഞങ്ങൾ അങ്ങനെ ചായ കുടിക്കട്ടെ. രാവിലത്തെ കടി ഇഡ്ഡലി, സാമ്പാർ, ചട്നി, ചായ. അവരും വരും എല്ലാരും വരും. ഇവിടെ ഇളമ്പക്ക പുഴുങ്ങിക്കൊണ്ടിരിക്കുന്നു ഗായ്സ്. പഴയ പരിപാടിയില്ലേ? ആ ആയിക്കോട്ടെ. വാവൊളിച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ തന്നെ. ഇത് തിന്നാൻ വേണ്ടിട്ട് നമ്മള് വാവൊളിച്ച് തുടങ്ങി. ഞാൻ വാവൊളിച്ച് തുടങ്ങിയിട്ടുണ്ട് തിന്നാൻ അല്ലേ? എന്തായാലും ചിരി പറഞ്ഞപ്പോഴേക്ക് ഭയങ്കര കോമഡി അല്ലേ പറഞ്ഞു. പഴയ അടൂർവാസിന്റെ കോമഡിയാണ്. എന്നിട്ടാണ് ചിരിക്കുന്നത്. പിന്നെ വന്നാരാന്ന് നോക്കുന്നു. നമ്മുടെ കക്ക അങ്ങനെ പുഴുങ്ങി ഇപ്പതേ വാ തുറന്നിട്ടുണ്ട് കക്ക. ഈ വെള്ളമാണ് അന്ന് ചോദിക്കേണ്ട ആരൊക്കെയോ കക്കക്കാടി എന്താണ്. ഈ വെള്ളത്തിൽ നിന്നാണ് കക്കക്കാടി എടുക്കുന്നത്. ഈ വെള്ളം തന്നെ കക്കക്കാടി എന്ന് പറയുന്നത്. അല്ല ഇനിതേ ആളില്ല എന്ന് പറയണ്ട. ആളെ ഇരുത്തി തന്നിട്ടുണ്ട്. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ആളിറക്കി കക്ക വൃത്തിയാക്കി. അങ്ങനെ തിരുവനന്തപുരത്ത് ഞങ്ങൾക്ക് പിടിയുണ്ടെന്ന് പറയില്ലേ, അതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളെ ആളിറക്കിയിട്ടുണ്ട്. ഒരാളോട് ഇപ്പുണ്ട്. പൊട്ടാത്ത നമുക്ക് ലാസ്റ്റ് പൊട്ടിക്കാം. ഒരു ചെറിയ മുട്ടിയാൽ നികിയുടെ വെളിച്ചെണ്ണ കുപ്പി അങ്ങോട്ട് പൊട്ടും അല്ലേ? അമ്മേ എനിക്കത് ഓർക്കാൻ കൂടി വയ്യ. ഒരവസ്ഥ. കലിതുള്ളിയ കാളിതൻ കാലിൽ തങ്കപ്പൊഞ്ചിലമ്പ് തുടി കൊട്ടിയ പാണന്റെ പാട്ടിൽ അമ്മേ നീ അടങ്ങ്. പാട്ടൊക്കെ ഉണ്ടാവും. പോയിട്ട് കക്ക വൃത്തിയാക്ക്. നിങ്ങൾ അവിടെ കക്ക വൃത്തിയാക്ക്. ഞങ്ങൾ ഇവിടെ കരിമീൻ കറി ഒക്കെ ഇട്ട് അപ്പുറം കക്ക വൃത്തിയാക്കുന്ന, ഇവിടെ കരിമീൻ കറി വെക്കുന്നു. ഇപ്പൊ കരിമീൻ കറിയുടെ തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. വെളിച്ചെണ്ണ ചൂടാക്കി ഇതെന്താ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഒന്നുമില്ല. കറി വെക്കുമ്പോ വെളുത്തുള്ളി ഇടയില്ല മീൻ കറിയില്. പച്ചമുളകും ഇഞ്ചിയും കൂടി ചതച്ചത്. പിന്നെ ഒരു പ്രത്യേക കറി. ഇപ്പൊ കറിവേപ്പില ഞങ്ങളത് ഇല്ലാത്തത് കാരണം ഞങ്ങൾ പുറത്തുനിന്ന് കറിവേപ്പില വാങ്ങിക്കാൻ വരുന്നില്ലേ. കറിവേപ്പില വന്നു തുടങ്ങി. ഇനി അത് വന്നാലേ ഞങ്ങളെ കറിയിൽ കറിവേപ്പില ഉണ്ടാവും. അത് രണ്ടെണ്ണം തന്നെ പറിച്ചിട്ടോ അതായിട്ടില്ല. പിന്നെ ആ കുഞ്ഞി വളർന്നു വരുന്നതിന് ശിശുവിനോട് ക്രൂരത ചെയ്യാനല്ലേ. ഇതെനിക്ക് ഭയങ്കര ഉപകാരമാണ് കേട്ടാ. എനിക്കറിയാലോ, അതുകൊണ്ടല്ലേ ഞാൻ നിനക്ക് വാങ്ങി തന്നത്. ഞാനിപ്പോ ഇതിനെ സൂക്ഷിക്കുന്ന പോലെ മക്കളെ പോലും ഞാൻ സൂക്ഷിക്കുകയാണ്. അല്ലടി തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള കറി. അപ്പൊ ഇതിനായിട്ട് ഇതൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ വെളിച്ചെണ്ണയിലേക്ക് ആട്ടുക. അതിനുശേഷം ബാക്കി ഞാൻ പറഞ്ഞുതരാം വിളാക്കുമ്പോ അല്ലേ. എങ്ങനെയായിരുന്നു എനിക്കറിയാം. എനിക്ക് നല്ല ധാരണയുണ്ട്. പിന്നെ നീ ഉള്ളോണ്ട് ഞാൻ അധികം ധാരണ എടുക്കാത്തതാ. എന്താ നീ എന്നെ വിളിച്ചെന്തിനാ? അത് വേറൊന്നല്ല, ഇത് എനിക്ക് മതിയില്ലെന്നുള്ള സംശയം തീർക്കാനാ. ഇത് കുറച്ച് വലുതല്ലേ. ഇവിടെ കരിമീൻ എന്ത് ചെയ്യാം, എന്താണ് എനിക്കിത്. ഇവിടെ കരിമീൻ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഫൈനൽ തീരുമാനത്തിനാണ് സജിമോനെ വിളിച്ചത് അല്ലേ. ഒരു കാര്യം ചെയ്, ആ ബെൽറ്റ് നോക്കിയിട്ട് സജിമോന് വറുത്ത് തന്നെ. ബാക്കി കറി വെക്കാനല്ലേ? വറക്കാനാ? വറക്കാനാണെങ്കിൽ വലിയ മീനല്ലേ അത്. സജിമോനെ ഒരെണ്ണായിട്ട് ഒറ്റായാലും കഴിക്കും. കാര്യം തന്നെ. എന്നാലും അത് രണ്ടാക്കി വറുത്തോ. വലിയ മീനല്ലേ? എന്നിട്ട് ആ വറക്കാൻ എനിക്ക് ആ മുറിക്കാത്ത മീൻ നോക്കി എനിക്ക് വേണേ. നിന്റെ കെട്ടിയതുകൊണ്ട് കൊടുക്കണേ. അപ്പൊ എന്തായാലും ഇവിടെ കരിമീൻ കറിയായിട്ട് നീ എന്താ ചെയ്തതിനകത്ത്? വെള്ളം ഒഴിച്ചോളൂ.
പൊടിയെല്ലാം ഇട്ടിട്ട് കാണിച്ചില്ല ഇപ്പൊ വീഡിയോയില്. ഇവള് ഞാൻ വന്നില്ലെങ്കിൽ ഇവള് കറി തന്നെ വെച്ചോളി. ഇവിടെ എന്താ ഇട്ടെന്ന് എടുക്കില്ല കേട്ടോ. അപ്പൊ 4 മതിയാ കറിയൊക്കെ. പിന്നെ ഇങ്ങനത്തെ ചെറുത് 2 എടുക്കണം അല്ലേ വറക്കാൻ? മസാല ഇവക്ക് ഇവിടെ കരിമീൻ കൂടിയിട്ട് എന്ത് ചെയ്യണമെന്ന് എടുത്തൂല. ഇപ്പൊ കരിമീൻ ഇടണതെങ്കിലും ഒന്ന് കാണിക്കട്ടെ. കരിമീൻ ഇട്. കരിമീൻ കറിയിലേക്ക് കരിമീൻ ഇപ്പോഴാണ് വീഴുന്നത്. ഇട്ടതാണ് സൂപ്പർ കൊളായത്. ഇട്ടത് തന്നെ ഒരു രസൂല. നോക്കട്ടെ നോക്കട്ടെ ഈ കറി പോക്കാ ഗൈസ്. എനിക്ക് പ്രതീക്ഷയില്ല. എനിക്ക് കക്കയിലാന്ന് പ്രതീക്ഷ. കരിമീൻ പൊരിച്ചതും കക്കയും എനിക്കത് മതി. കരിക്കാച്ചിന് എടുക്കണുണ്ട്. എടുക്കട്ടെ. അപ്പൊ കരിമീൻ കറി ഒക്കെ ഇവിടെ ഇതിനകത്തേക്ക് എന്താ ചെയ്യാ? തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വയ്ക്കും. അപ്പൊ ഇത് കറിയാവുമ്പോളെ നമ്മള് മുമ്പേ കാണിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ തൽക്കാലം അങ്ങനെ മതി. അങ്ങനെ നമ്മുടെ കരിമീൻ കറി ഇവിടെ കിടന്ന് അങ്ങോട്ട് തിളക്കുന്നുണ്ട് കേട്ടോ. കരിമീൻ അങ്ങോട്ട് നല്ലോണം തിളക്കട്ടെ. ഇവിടത്തെ ബാക്കി ഒരു കരിമീൻ ഇത് ഒപ്പക്കാരിക്കും അല്ലേ മുത്തേ? ഇത് ജയശ്രീ സ്പെഷ്യൽ ആവല്. അപ്പൊ അത് പോയി പിടിച്ചതിലും വലുത് മാളത്തിൽ എന്ന് പറഞ്ഞാല്. അപ്പൊ ഇത് പോയി ഗൈസ്. അപ്പൊ എനിക്ക് ഇനി ഇതിലേതെങ്കിലും പ്രതീക്ഷ. വാലല്ലേ? വാലെങ്കിൽ വാല എന്തെങ്കിലും ആവട്ടെ. അപ്പൊ എനിക്ക് ഇങ്ങനെ ഇതിങ്ങനെ നല്ല മുളകൊക്കെ തേച്ചാണ് പിടിപ്പിച്ചിട്ട് വറക്കാനുള്ള പരിപാടിയാണ്. പൊരിക്കാൻ അല്ലേ? ഇതെന്താ കറി? കുടംപുളി ഇട്ട് വെച്ച കറിയാ? ഇത് ഭാസ്കരൻ സ്പെഷ്യൽ. ഇത് അങ്കിളിനുള്ളതല്ലേ? ഇത് ആന്റിക്ക്, ഇത് അങ്കിളിന്. അപ്പൊ അതും പോയി. നമുക്കിത് പോട്ടെ, എന്തെങ്കിലും ആവട്ടെ. അതിഥി ദേവോ ഭവാന്നല്ല. ഇതെന്താടി ഇത്? എന്ത് നീ കഴിച്ച് നല്ല വെട്ടി പിഴിഞ്ഞിട്ട് വന്നത് നിന്റെ മോൻ പറഞ്ഞല്ല. നിനക്ക് കരിമീനൊക്കെ തിന്നാൻ പറ്റുമോ? പൊന്നോളെ തിന്നാൻ വേണ്ടി വിളിച്ചതല്ല. നിന്നെ ഇവിടെ ഉണ്ടല്ലോ എന്തെങ്കിലും പണിയെടുത്ത് സഹായിക്കാൻ വിളിച്ചതാ. പണിയെടുക്കുമ്പോ തീറ്റ തന്നോട്ടെ. തീറ്റ കണ്ടറിഞ്ഞ് ചെയ്തതാന്ന് തോന്നുന്നല്ലേ? അതെന്താ അവരിങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. അവിടെ വീണ്ടും കുറെ പേര് കക്കട ബാക്കി പറക്കണം. അമ്മ അച്ഛനൊക്കെ കഴിഞ്ഞാ എന്തെങ്കിലും ആക്ക്. നിങ്ങ ഉച്ചക്ക് എന്തെങ്കിലും തിന്നാൻ കിട്ടിയാ മതി. ഞാൻ കട്ട് ചെയ്ത് തരാം. ആയിക്കോട്ടെ, ഞാൻ കട്ട് ചെയ്ത് തരാം. അങ്ങനെ പുഴയിൽ കിടന്ന ആ കരിമീൻ ദേ നമ്മുടെ ചട്ടിയിൽ കിടന്ന് അങ്ങനെ മുരിയാൻ പോയാണ് അല്ലേ? ഇന്നലെ വരെ പുഴയിൽ തുള്ളിച്ചാടിയ കരിമീന അച്ഛൻ പിടിച്ചുകൊണ്ട് വന്ന് ഇതിലേക്ക് മുളക് തേച്ച് ചട്ടിയിലിട്ട് ഇങ്ങനെ അങ്ങോട്ട് പൊരിച്ചെടുക്കാൻ പോകുന്നു. അതെ, അതുകൊണ്ട് നീ കൂട്ടണ്ടടി. പാവല്ലേ? നീ കൂട്ടണ്ട, ഞാൻ കൂട്ടിക്കോളാം കേട്ടോ. അങ്ങനെ കരിമീൻ ഇവിടെ കിടന്ന് അങ്ങോട്ട് പൊരിഞ്ഞോണ്ടിരിക്കുകയാണ്. നമ്മുടെ കക്ക ഇവിടെ കിടന്ന് മൊരിയാൻ പോകുന്നു. കണ്ടതേ നല്ല മസാല ഒക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ കക്ക എടുത്തിട്ട് ഒരുപാട് കഴുകി വൃത്തിയാക്കി എടുത്ത കക്ക ലാസ്റ്റ് കക്ക വെള്ളത്തിൽ ഒന്ന് കഴുകും. എന്നിട്ട് ഇതിലേക്കാണ് ഇട്ടിട്ടാണ് വറുത്ത് പിഴിഞ്ഞ് അല്ലേ? ഓ ഇവിടെ പൊളിക്കും. എന്തോ സുഖമില്ലായ്മ ഉണ്ട് കേട്ടോ. ആവള്ള ഇങ്ങനെ ആയിപ്പോയി. എന്താ പഞ്ചപാവോ വേഗം നോക്കടി. നോക്കിയാണ് പണ്ടക്കടി കണ്ണില് മറ്റേ ഇത് വെച്ചിരിക്കുന്നു. പണ്ടേ നീ എന്താണ് ഈ ചെയ്യുന്നത് മോളെ? അയല വറുത്തതുണ്ട് നല്ലടി. കഴുത നീ അത് മൊത്തം മാറ്റി മറിച്ച് നല്ല കരിമീൻ കറി ഇങ്ങനെ നല്ല അടിപൊളി ചാറായിട്ട്. ഓ എന്റെ അമ്മേ, കരിമീൻ കറി ഉണ്ടെങ്കിൽ ഇനി വേറെ ഒന്നും വേണ്ട. പിന്നെ എന്റെ മെയിൻ സാധനം ഇവിടെ എനിക്ക് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കക്ക. ഓ എനിക്ക് ഒരു ലേശം ഓർഡറി മൈ ഫേവറേറ്റ് ഐറ്റം കൊണ്ടാ. ഒരു ലേശം അപ്പൊ ഒന്ന് ടേസ്റ്റ് നോക്കാനായിട്ട് ഒരു ലേശം കയ്യിൽ തന്നാ മതി. ലേശം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ആരും കൂടെ പോന്നെല്ലാം പറഞ്ഞോളൂ. പോയി കഴിഞ്ഞാൽ വന്നിറങ്ങി ചപ്പ പൊട്ടി അടിച്ച് പൊട്ടിക്കും. ഞാൻ മരിച്ചു പോയാൽ പോലും വേറെ കല്യാണം കഴിക്കരുത് ഞാൻ പറ്റുന്നുണ്ട്. പ്രേതായിട്ട് വരുമെന്ന് ആരെങ്കിലും കൂടെ പോയാ തലമണ്ട അടിച്ച് പൊട്ടിക്കുന്നു. ചോറെടുത്തോക്കും. അപ്പൊ കക്കവറവ് റെഡി, കരിമീൻ പൊരിച്ചത് റെഡി, മീൻ കറി കരിമീൻ കറി റെഡി, ഇനി ചോറ് റെഡി. ബാ എന്താ ആയിരിക്കും വേണേ? കൊഴപ്പില്ല, ആർക്കും വേണേ കുഴപ്പമില്ല. ഇവിടെ ഉണ്ട് വേണ്ട ആൾക്കാരൊക്കെ. ആ കണ്ട ജന്മം നൽകിയ അച്ഛനും അമ്മയുണ്ട്.
നീ ചോറും കറി എടുക്ക് വലിയ വർത്താനം പറയാം ഒപ്പന വേണ്ടാന്ന് പറഞ്ഞില്ലല്ലോ. വേണ്ടാന്ന് പറയണ നിമിഷം ഉണ്ടല്ല എഴുതി തരും ഞാൻ എന്റെ രാജിക്കത്ത് അങ്ങോട്ട് ഈ ഭർത്താവ് ഉദ്യോഗനെ അവസാനിപ്പിക്കും ഇരിക്കട്ടു അല്ലെ. എന്തായാലും ഇവിടെ ചോറ് കഴിക്കൽ തുടങ്ങി. ആന്റെ വീട്ടിൽ പോയപ്പോ ആന്റെ അന്ന് പറഞ്ഞതാ നമ്മളോട് ഇവിടെ വിളമ്പി തരുന്ന ഒരു പരിപാടി എടുത്ത് കഴിക്കുക എടുത്ത് കഴിച്ചോളാം പറഞ്ഞേ. അതുപോലെ തന്നെ അപ്പൊ എടുത്തങ്ങ് കഴിച്ചോളാം. നമ്മുടെ സംഭവങ്ങളൊക്കെ കൂടെ ഉണ്ട്. ബാങ്കലിൽ കറി വെച്ചു കരിമീക്കറി ഇതാ എന്നാ കറി അങ്ങോട്ട് വെച്ചു കരിമീക്കറി ഉണ്ട്. ഇട്ട് പൊട്ടിച്ചേക്കല്ല. എല്ലാരും ഇരിക്കി. അച്ഛൻ ചോറ് കഴിച്ചില്ലേ? ഇത് എനിക്ക് എടുത്തോളൂ. അച്ഛൻ നേരത്തെ ചോറ് കഴിച്ചത്. അച്ഛൻ 12 നമുക്ക് ചോറ് കഴിച്ച ആളാണ്. അച്ഛൻ അതെന്താണ് ചായ കുടിച്ചിട്ടില്ല അച്ഛൻ ഫുള്ള് അവർക്ക് ഇഷ്ടമുള്ള എടുത്ത് കഴിക്കട്ടെ. ഇരിക്കും. പിള്ളേഴ്സൊക്കെ ഇവിടെ നിരന്നിരുന്നിട്ടുണ്ട്. ഇവരൊക്കെ ഇവിടെ ഉണ്ട്. ഇവരിവിടെ ഉണ്ട്. 2 മൊണ്ണകള് ഇവിടെ കിടന്ന് ഇങ്ങനെ ഉറങ്ങാൻ വേണ്ടി കളിക്കാണ് ഞാൻ. ആ വേറൊരു മുളൂക്കെന്താ അതിന്റെ മുകളിലും കയറി കിടപ്പുണ്ട്. എന്നിട്ട് ആ അമ്മനെ കട്ടൻ ചായ അമ്മേ കട്ടൻ ചായ വെക്കാൻ പറ്റണ്ടേ? എന്റെ അമ്മ കട്ടൻ ചായ വെക്കാൻ വേണ്ടി പോയിട്ട് നല്ല കടുപ്പവും നല്ല മധുരവും ആ ഒരു കറക്റ്റില് നിക്കണമെന്ന് പറഞ്ഞു. അതാണ് കട്ടൻ ചായ എന്ന് പറഞ്ഞത്. 2 പൂത്ത് പോലെ തന്നെ കിടന്നുറങ്ങിക്കൊണ്ട് ഇറങ്ങിപ്പോടി പോ പോ പോ. എന്റെ ആ പാവ അമ്മനെ കൊണ്ട് എന്നാ അമ്മ ഒരു കാര്യം ചെയ്യുമേ കട്ടൻ ചായ വെക്കാൻ പോയിട്ട് ചെല്ലി. എനിക്ക് സുഖേൻ അല്ല എനിക്ക് കടി സുഖേനാ വേണ്ട. സുഖേൻ അല്ല ശരിക്കും അങ്ങനെയല്ല. എന്ത് സുഖേനായാലേ ഇത്ര എണ്ണയിലൊക്കെ ഇട്ട് മരിച്ചിട്ട് അതിന്റെ പേര് നോക്കിയ പാവ സുഖേൻ. എങ്ങനെ സുഖേൻ വിളിക്കുക? അതിനൊരു സുഖമൊന്നും ഉണ്ടാവില്ല. ഇത്ര എണ്ണയിലൊക്കെ ഇട്ട് പോയി സുഖിയെന്ന് പേര്. തിന്നുന്ന നമ്മക്കൊരു സുഖം അല്ലേ? ചെല്ലേ കട്ടനേക്കമേ ചെല്ലേ. ഇവിടെ ചോറേറ്റേ കഴിഞ്ഞ് കട്ടൻ ചായ വെക്കണ ബഹളമാണ് കഴിച്ചത്. അപ്പൊ സുഖിയൻ വാങ്ങണം എന്നുള്ള ആഗ്രഹമായി ഞങ്ങൾ ചെന്ന് കയറിയത് നേരെ തട്ടുകടയിലേക്ക്. ശോകം കഴിച്ച് ശോകം ഒരു രക്ഷയില്ല. നമ്മുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് ഞങ്ങളുടെ സുഖേനും പോയി പഴംപൊരിയും പോയി. എന്ത് ചെയ്യാ? നോ രക്ഷ. അപ്പൊ എന്നാ പിന്നെ നല്ല വെച്ച് പിടിക്കാം. അതെ അപ്പൊ എന്തായാലും ടാറ്റ. ഇപ്പൊ കൊറേ ആയി കേട്ടാ തുറക്കാത്തത്. ഇന്നലെ വിചാരിച്ചു എന്നാ എനിക്കും ബൂസ്റ്റ് കട്ടൻ ചായ കുടിച്ചോളേ വീട്ടിൽ പോയിട്ട്. എനിക്കെന്താ ബൂസ്റ്റ് കുടിച്ചൂടെ? കട്ടൻ ചായ വെക്കാൻ അമ്മേനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഇവിടെ വന്ന് വീടിൽ വന്ന് ചായ കുടിക്കുന്നല്ലേ. ഞങ്ങൾ കട്ടൻ ചായയും കുടിക്കും പാൽ ചായയും കുടിക്കും. ഓതി ഓതി കുടിക്കുന്ന ഗുപ്തി കപ്പിലൊക്കെ വെച്ച് കുടിക്കണം. ഇതെന്താണ് ഇത്? ഒരു കപ്പ് ഹോർലിക്സാ ചെമ്പിൽ ചായ കുടിക്കണം ഞാൻ കേട്ടിട്ടുള്ളു. ചെമ്പിൽ ചായ പോലെ ഇത്. സുഖേൻ കിട്ടാത്ത വിഷമത്തിൽ ഞങ്ങൾ ഇവിടുന്ന് കണ്ണൂരപ്പം വാങ്ങി. പിന്നെ നീ എടുത്തോ, നിനക്ക് നല്ലതായിരിക്കും പറ്റുമത്. ചപ്പാത്തി വാങ്ങിച്ചു. വേറെന്താ? നമ്മുടെ കേക്ക് വാങ്ങിച്ചു അല്ലേ? തൽക്കാലം കട്ടൻ ചായ ഇത് അടിക്കാൻ പറ്റും. വർക്കി എന്നാണ് ഇവിടെ പറയുന്നത്. നല്ല പേര്. 2 ലൈം തന്നെ പിരിയട്ടെ മൊത്തം. ലൈം കുടിക്കുന്നു. ഇത്ര കുടിച്ച് തീർത്ത്. എന്ത് ആടിയത് എന്താടിയത്? എവിടെ ഒരു ലൈം എന്തെല്ലാം കുടിക്കുന്നത്? ചായ ലൈം നിങ്ങൾക്കൊരു ഇതില്ലേ? അല്ല അറിയാണ്ട് ചേട്ടനെ പിടിക്കാൻ തന്നേല്ലേട്ടെ. സത്യം പറയട്ടെ ഞാനല്ല ഞാൻ പാവം ഒരു ഹോർലിക്സിൽ ഒതുക്കി ഞാൻ. വാ പോവാന്നാല് സാധനം വാങ്ങി വാ. ഓക്കെ ഒരു സുഖിയം മേടിക്കാൻ ഇറങ്ങിയത് 23 ലൈവ് ബൂസ്റ്റ് ഹോർലിക്സ് ആന്നല്ല ടൈം പൊഴിക്കാൻ മതിയായിരുന്നു. കിട്ടിയില്ല.
തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ കണ്ണൂരപ്പം ഇതും മറ്റേ ഇതാണത് കിണ്ണത്തപ്പം. ഇതൊക്കെ വെച്ചിട്ട് തൽക്കാലം ഒരു കട്ടണ അളിയനല്ല ഇപ്പൊ അവിടെ നിന്ന് പരിപ്പോടെയും മറ്റേ ചായയെല്ലാം കുടിച്ച് എന്നിട്ട് വീണ്ടും കട്ടൻ ചായ. എന്താളിയാ ഒരു ഇതില്ലളിയ, റെസ്റ്റ് എടുക്കണ്ടേ. ഞങ്ങൾ അങ്ങനെ എല്ലാവരും കൂടി നെക്സ്റ്റ് ഇവിടെ വന്നാൽ അറിയാല്ല നേരെ വിന്തമ്മയുടെ വീട്ടിലേക്ക്. ജയാന്റിക്കും അങ്കിളിനൊക്കെ വിന്തമ്മയുടെ നികിയുടെ വീട് കാണണം എന്ന് പറഞ്ഞ് അപ്പൊ അവരെ അതും കൂടി കാണിച്ചു കൊടുക്കാൻ വിചാരിച്ച് അങ്ങോട്ട് പോവുകയാണ് അല്ലേ. വരിയായിട്ട് വരുന്നുണ്ട് എല്ലാവരും. വാ എന്താളിയാ ഇതെല്ലാം കൊറേ കഥ കേട്ടതാ എല്ലാവരും. ഇതായിരുന്നു നമ്മുടെ മുമ്പത്തെ വീട്. നീ ഇവിടെല്ല അമ്മയാന്ന് നടുക്ക്. ഈ ഒരു അകലം ഉണ്ടായിട്ടുള്ളൂ ഞങ്ങളുടെ വീടുകൾ തമ്മിൽ. ഇപ്പോഴാണ് ഞങ്ങൾ ദൂരത്തോട്ട് പോയത്. നായിയൊക്കെ ഇവിടെ നിന്ന് ദേതാരാ അതിലേക്ക് പാഞ്ഞും വരുന്നു. നികന്റെ അച്ഛൻ ആദ്യമായിട്ടല്ലേ വിന്തമ്മനെ കാണുന്നേ. ഇതാ വിന്തമ്മ കെട്ടിപ്പൊടി നമ്മളെയൊന്നും വേണ്ടല്ലോ. അല്ലേ രണ്ടാളും വാന്ന് പറയുന്നത്. ഇവിടെ വിളിച്ച് കയറിയില്ല കുഴപ്പമില്ല. വേണോ വേണ്ടയോ ഇതെന്റെ ആങ്ങളെയും ഭാര്യയും കൂടിയാണ്, 2 ബന്ധുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ ആങ്ങളെയും ഭാര്യയും ഏതോ എങ്ങനെയോ ഒരാങ്ങള അല്ലേ, ഏതോ എങ്ങനെയോ ഒരാങ്ങള. പിന്നെ ബന്ധം പറഞ്ഞ കേക്കട്ടെ, ബന്ധം പറ കേക്കട്ടെ. എന്റെ അച്ഛന്റെ അമ്മ അനിയന്റെ എന്റെ അമ്മേന്റെ അച്ഛന്റെ അനിയന്റെ മോന്, വിന്തമ്മേന്റെ അമ്മേന്റെ അച്ഛന്റെ അനിയന്റെ മോള്. വളരെ ചെറുതാ, വളരെ ചെറിയ ബന്ധം. വിന്തമ്മക്കറിയില്ല ബന്ധം. പെറ്റമ്മേന്റെ അച്ഛനില്ലേ, അച്ഛന്റെ അനിയന്റെ മോൻ, അമ്മേന്റെ അച്ഛന്റെ അനിയന്റെ മോൻ. കറക്റ്റ് തന്നെ. അത് നീ പറഞ്ഞപ്പോ വെറുതെ കൺഫ്യൂഷൻ. വാ കേറ് വാ. അവിടെ സ്ത്രീകളെല്ലാം എന്ത് പറഞ്ഞാലും അവരെല്ലാം അവിടെ കൂട്ടം കൂടി കണ്ട. നമ്മ ഇവിടെ ഇങ്ങനെ കൂട്ടം കൂടി. വിന്തമ്മനെ പക്ഷെ നമുക്ക് കിട്ടി. വിന്തമ്മ നമ്മളെടുത്ത് നമ്മ വിന്തമ്മനെ എടുത്ത് ബാക്കി അവരൊക്കെ കൂട്ടം കൂടി അവിടെ. അല്ല പെട്ടെന്നല്ലേ ഇപ്പൊ ആരും വലിയ പരസ്പരം വലിയ കമ്പ വന്ന് അവിടെ കൂട്ടം കൂടി കണ്ട. ഇതാണ് ഇവരുടെ പരിപാടി. ചായ കുടിക്കാന്ന് പറഞ്ഞപ്പോ ഉണ്ടല്ല എല്ലാം കൂടി ഇങ്ങ് അടുത്ത്. അയ്യോ ഞാൻ ഇവർ ചേച്ചിയായിട്ടുണ്ട് ഇവര് ചേച്ചിന്റെ പാവങ്ങള്. നിങ്ങളെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല, അത് ഇറ്റാളെ ഞാൻ പറഞ്ഞത് കണ്ട. ഇവരെയാണ് പറഞ്ഞത് ദീ ടീമിനാ. അല്ല ആന്റിനല്ല, ആന്റി ചായ കുടിക്കണം. ദീ ടീമിന് നിങ്ങൾ രണ്ടുപേരാ ചായ കുടിക്കാന്ന് പറഞ്ഞപ്പോ കണ്ട. അവിടെ നിന്ന് ചായ മോന്തി വന്നിട്ട് വീണ്ടും വന്നേക്കുന്നു. തീർക്കും ഞാൻ ചായ കുടിക്കുക എന്നുള്ളതാണ് മുഖ്യം. പിന്നില് പഴംപൊരി ഉണ്ട്, തക്കാളി ഉറുക്ക്. എന്നാലും കുഴപ്പമില്ല, കഴിക്കുന്നു. ഇത് അമ്മൂന്റെ ഭർത്താവിന്റെ അളിയൻ. അതെ, ഇത് അമ്മൂന്റെ ഭർത്താവിന്റെ പെങ്ങള്. അതെ, അവരും യാദൃശ്ചികമായിട്ട് ഇവിടെ എത്തി. അപ്പൊ എല്ലാരും കൂടി നമ്മൾ ചായ കുടിക്കട്ടെ. വിപിനൊക്കെ എന്തോ കാണിക്കാനുണ്ടല്ലോ. എന്താ ശശീന്ദ്രേട്ടനും കൊണ്ട് തന്നെ ഇന്ന് എനിക്ക് വിപിന്റെ പ്രണയവസന്തത്തിന്റെ ഫാൻ കൊണ്ട് കൊടുത്തത് അല്ലേ. ഓരോ പെണ്ണ് എല്ലാ പിള്ളേർക്കും കൊടുത്ത് എല്ലാരും എടുത്തോ. അമ്മു എന്ത് പറയുന്നു? അമ്മ വീട്ടിൽ നിൽക്കാൻ വന്നിട്ട് എത്ര ദിവസമായി ഇപ്പൊ? റെസ്റ്റ്. അപ്പൊ എന്തായാലും അങ്ങനെ ജയാന്റി ജയാന്റി കുറേ ആയി പറയുന്നു നമ്മുടെ വീട്ടിൽ വരണം, ഇവിടെ വരണം എന്നൊക്കെ അല്ലേ. അപ്പൊ അങ്ങനെ ആ ഒരു ആഗ്രഹം സാധിച്ചു അല്ലേ ജയാന്റി? പിന്നെ ഹാപ്പി അല്ലേ? ചെറിയ നന്ദൻ ഉണ്ട് എന്ന് പറഞ്ഞു കുറച്ച്. അപ്പൊ ജയാന്റി കൊടുക്കാൻ ഇത് കിട്ടൂല, എനിക്ക് കിട്ടൂല. എല്ലാരും അപ്പൊ
ജയന്റെ ഇപ്പൊ 3ാമത്തെ ആളാ. ഇപ്പൊ 3 വന്നിട്ടും കൊടുത്തിട്ടില്ല. അതെയാ? ഇതിപ്പോ ജയന്റെ 4ാമത്തെ ആള്. ജയന്റെക്ക് ഭാഗ്യമുണ്ട്. അല്ല, അപ്പൊ അവരിപ്പൊ വിളിച്ചോണ്ട് വെക്കും ഈ വീഡിയോ വന്നു കഴിഞ്ഞാല്. അത് ശരിയാണ്. അത് നീ ഉത്തരം പറഞ്ഞോ തൽക്കാലം അല്ലെ? എന്തായാലും അല്ല, ഇത് കുറച്ച് ദൂരമാണെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ എന്നാ പിന്നെ നമുക്ക് തൽക്കാലം ഈ വ്ളോഗും ഇതിനോടൊപ്പം അങ്ങോട്ട് വൈൻഡപ്പ് അടിക്കാം. ഇവരെന്താകത്ത് ചെയ്യണേന്ന് നോക്കിയിട്ട് ഈ വ്ളോഗും കൂടി അങ്ങ് വൈൻഡപ്പ് അടിക്കാം. എന്തായാലും ഇന്നലെ രാത്രി നമ്മൾ വൈൻഡപ്പ് ഒക്കെ അടിച്ചെങ്കിലും ഇവരിതേ ഇന്ന് രാവിലെ പോകാൻ നേരത്ത് ഇവര് പോകുന്നതും കൂടി അങ്ങ് എടുത്തിട്ട് നമുക്ക് വൈൻഡപ്പ് ആക്കാന്ന് വിചാരിച്ചല്ലേ. അങ്ങനെ രാവിലെ ഇറങ്ങി അങ്കിളും ആന്റിയും കൂടി ഇനി ഇവിടെ നിന്ന് നേരെ എറണാകുളം അല്ലേ. അവിടെ നിന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രം. നിങ്ങൾ അടിച്ചു പൊളിക്കും, നിങ്ങളുടെ സമയമല്ലേ. അല്ല പിന്നെ മിസ് യു. എന്തായാലും നല്ല 2 ദിവസമായിരുന്നു കേട്ടാ. വിളിച്ചാൽ മതി, നമ്മൾക്ക് ഉണ്ടാവണമെന്നില്ല അവിടെ ഒന്നും, എന്നാലും അറിയാലോ. മെല്ലെ മെല്ലെ ഓടിച്ചങ്ങ് പോകും. മഴയൊന്നും ഇല്ലായിരിക്കട്ടെ. അപ്പൊ പോയിക്കോ. എന്തിനാ നമ്മുടെ വീട്ടിൽ വന്നു പോകുന്നതിന് എന്തിനാ നന്ദി പറയുന്നത്? നമ്മ ഇനി കണ്ണൂരാണെങ്കിലും എവിടെ ആയെങ്കിലും എപ്പോഴും വരിക. അല്ല, ഇനി കണ്ണൂർ എപ്പോ വന്നാലും വരിക, അത്രേ ഉള്ളൂ. എന്നാ പിന്നെ ടാറ്റ ഒരിക്കൽ കൂടി പറഞ്ഞേക്ക്. ബൈ, കാണാം. ടാറ്റ. ശരി.